ഹലോ ഗായ്സ്, അപ്പോൾ ഞാനൊരു കുക്കിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമില്ല, ഒരു പാസ്ത ചീസ് ഉണ്ടാക്കാനാണ്. മഷ്റൂം പാസ്ത സ്പെഗതി എന്ന് പറയുമ്പോൾ സേമിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ. അപ്പോൾ അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഷ്റൂം സ്ലൈസാണ് കേട്ടോ, പിന്നെ സെയ്ത്തുൻ ബ്ലാക്ക് ഒലിവ് എന്ന് പറയും, പിന്നെ കുക്കിംഗ് ക്രീം, കുറച്ച് ഗ്ലാസ് ചീസ്, പിന്നെ ഒരു പകുതി മാഗി ക്യൂബ്സ്, പിന്നെ പാസ്ത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സേമിയ ഉണ്ടല്ലോ, അതിനെ ഇവിടെ പാസ്ത സ്പെഗതി എന്ന് പറയും ആളെ പേര്. അത് ഞങ്ങൾ പ്രത്യേകിച്ച് ആദ്യം കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഓയിലും ഇട്ട് ശകലം ഒന്ന് പുഴുങ്ങി വയ്ക്കും കേട്ടോ. അര വേവിൽ ബോയിലിംഗ് ആക്കി വയ്ക്കും. അപ്പോൾ ആദ്യം ഇതിനെ ഒന്ന് ബോയിലിംഗ് ആയിട്ട് ഞാൻ മാറ്റി വയ്ക്കാം. ഞാൻ ബോയിലിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, ഉള്ളി ഒന്ന് നല്ലോണം വാട്ടുക. അപ്പോൾ അത് വാടി നല്ലോണം വന്നതിന് ശേഷം നമുക്ക് സ്ലൈസായിട്ട് വെച്ചിരിക്കുന്ന നമുക്ക് മഷ്റൂം അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. മഷ്റൂം നമുക്ക് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വശക്കിയെടുക്കാം. ഇത് വൈകിട്ട് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പപ്പണിയാണ്. നാട്ടിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം വൈകിട്ടൊക്കെ. അപ്പോൾ മഷ്റൂമൊക്കെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ മാഗി ക്യൂബ്സ്, ഉപ്പിന് പകരമാണ് കേട്ടോ. മാഗി ക്യൂബ്സ് ഉപ്പാണ്, ടേസ്റ്റാണ്, അതിടാം. നല്ല വാടിയതിന് ശേഷം നമുക്ക് ചീസും ക്രീമും ഒഴിക്കേണ്ടി വരും. കുക്കിംഗ് ക്രീം ഒഴിക്കുക, പിന്നെ കുറച്ച് ഗ്ലാസ് ചീസ് ഇട്ടിടുക. ഇതിടുന്ന പറഞ്ഞാൽ ലൈനായി വരും കേട്ടോ. ചീസാകുമ്പോൾ ഒത്തിരി ഉരുകി വരും, ഒന്ന് ക്ലിക്കായി വരണം. അപ്പോൾ ഒന്ന് ക്ലിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ക്രീം മോഡൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പപ്രിക്ക മസാല. ഇത് രണ്ടും ഉള്ളു, വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ മസാല ക്രീം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മഷ്റൂം ക്രീം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പാർസലി, ബദ്നസ് എന്ന് പറഞ്ഞ അറബിയിൽ, കുറച്ച് പാർസലി അതിൻ്റെ കൂടെ തൂറ്റി കൊടുക്കുക. അത് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പാസ്ത പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് സെറ്റാക്കണം. നമുക്ക് ആദ്യം പുഴുങ്ങി വെച്ച സ്പെഗതി നമുക്ക് പാത്രത്തിലോട്ട് ആക്കാം. സ്പെഗതി എന്ന് പറഞ്ഞാൽ പാസ്തയാണ് കേട്ടോ. ഇവിടുത്തെ പേരാണ് എനിക്ക് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം നമുക്ക് ക്രീം അതിൻ്റെ മീതെ മുകളിലോട്ടും ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഒഴിച്ചതിന് ശേഷം 2 പാത്രത്തിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ കുറച്ച് പിസ്സ ചീസ് അതിൻ്റെ മീതെ കുറച്ച് തൂറ്റി കൊടുക്കുക. കുറച്ച് ബ്ലാക്ക് ഒലിവ്, നേരത്തെ ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ച ബ്ലാക്ക് ഒലിവ് കൂടെ ഇട്ട് കൊടുക്കുക. പണി ഇത്ര തന്നെ, എളുപ്പപ്പണിയാണ്. ട്രൈ ചെയ്യുക, കണ്ടാൽ ഇഷ്ടപ്പെടും. കണ്ടില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.